ശബരിമല തന്ത്രി കുടുംബത്തിനെതിരെ വിമർശനവുമായി ബി.ജെ.പി. താഴ്മൺ കുടുംബത്തിന്റെ തന്ത്രിസ്ഥാനം ദേവസ്വം ബോർഡ് ഒഴിവാക്കണമെന്ന് ബി.ജെ.പി. ഉപാധ്യക്ഷൻ ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ ആവശ്യപ്പെടുന്നു. തന്ത്രി ചെയ്ത യുവതീ പ്രവേശനത്തെക്കാൾ വലിയ അശുദ്ധിയെന്ന വിമർശനമാണ് ഉന്നയിക്കുന്നത്. ശബരിമലയ്ക്കും അയ്യപ്പ ഭക്തർക്കും ഇത്രയേറെ അവമതിപ്പും ദുഃഖവും ഉണ്ടാക്കിയ കുടുംബം വേറെ ഇല്ല എന്നും രൂക്ഷ വിമർശനമുണ്ട്. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങളുമായി. പ്രശാന്ത്, തന്ത്രി കുടുംബത്തിലേക്ക് ഈ കേസ് നീളുന്ന ഘട്ടത്തിൽ ബി.ജെ.പി.യാണ് ആ വിഷയത്തിൽ ഇടപെടുകയും കുടുംബത്തിനൊപ്പം എന്ന നിലയിലേക്കൊരു നിലപാട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത് ഇപ്പോൾ എങ്ങനെയാണ് ഇങ്ങനൊരു ഭിന്നസ്വരം വരുന്നത്? ബി.ജെ.പി. നിലപാട് മാറ്റിയതാണോ അതോ കെ.എസ്. രാധാകൃഷ്ണന്റെ അഭിപ്രായമാണോ? അതിരൂക്ഷമായ നിശ്ചിതമായ വിമർശനമാണല്ലോ. കണ്ഠരര് രാജീവരെ പ്രതിയാക്കിയതിനെ തുടർന്ന് ബി.ജെ.പി. അതിനെ വിമർശിക്കുക, അല്ലെങ്കിൽ തന്ത്രിയെ കുടുക്കിയതാണ് എന്ന മട്ടിലുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ ഇപ്പോൾ ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ കെ.എസ്. രാധാകൃഷ്ണൻ തന്ത്രി കുടുംബത്തിനെതിരെ ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് താഴ്മൺ കുടുംബത്തിൽ നിന്ന് ഈ ശബരിമല താന്ത്രിക അവകാശം ദേവസ്വം ബോർഡ് എടുത്തു മാറ്റണം എന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം തന്ത്രി കണ്ഠരര് രാജീവര് അടുത്ത തവണ അദ്ദേഹത്തിൻ്റെ ഊഴമാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ദേവസ്വം ബോർഡ് കത്ത് നൽകിയിരിക്കുന്നത് പകരം തൻ്റെ മകൻ ബ്രഹ്മദത്തനെ തന്ത്രിയാക്കണമെന്നാണ്. അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. ഈ അവസരത്തിലാണ് തന്ത്രി കുടുംബം ഈ ശബരിമല ക്ഷേത്രത്തിനും അയ്യപ്പ ഭക്തർക്കും ഉണ്ടാക്കിയ വേദനയും അവമതിപ്പും ഒന്നും തന്നെ മറ്റൊരു തരത്തിലും വേറെ ആരും ഉണ്ടായിട്ടില്ല. അതായത് യുവതീ പ്രവേശനത്തിൻ്റെ ഭാഗമായ മനീതി സംഘം പോലും ശുദ്ധിക്രിയ ചെയ്താൽ മാറ്റാവുന്ന അല്ലെങ്കിൽ പരിഹരിക്കാവുന്ന ആചാരലംഘനമാണ് നടത്തിയത്. പക്ഷേ ശബരിമല തന്ത്രി കുടുംബത്തിലെ അംഗങ്ങളിൽ നിന്നുണ്ടായത് അതൊന്നുമല്ല. അപ്പോൾ താന്ത്രിക അവകാശം സംബന്ധിച്ച് കോടതി വിധിയൊക്കെ നിൽക്കുമ്പോഴും ഇവരുടെ യോഗ്യതയും പ്രാവീണ്യവും എല്ലാം തന്നെ പരിഗണിച്ച് മാത്രമേ ദേവസ്വം ബോർഡ് ഒരു തീരുമാനമെടുക്കാവൂ എന്ന് നിർദ്ദേശിക്കുകയാണ്.